ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വന്നിട്ടുള്ളത് ചക്കക്കൂരും ഇരുമ്പാമ്പുളിയും കൂടിയിട്ട് ഒരു മുളകിട്ട കറിയായിട്ടാണ്. നല്ല രുചിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിനായിട്ട് ഒരു 20 ചക്കക്കൂരി എടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇരുമ്പാമ്പുളിയാണ് എടുത്തിട്ടുള്ളത്. അതും ഒരു 10-20 എണ്ണമൊക്കെ ഉണ്ടാവും. അതും ഒന്ന് മാറ്റി വെക്കണുണ്ട്. ഇനി ചക്കക്കുരു ഇതുപോലെ മൊരി കളഞ്ഞ് 2 കഷ്ണാക്കിയിട്ട് ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, വേവാനായിട്ടുള്ള വെള്ളം. എത്ര വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും മൂടി വെച്ചിട്ട് 2 അല്ലെങ്കിൽ 3 വിസിലടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഇരുമ്പാമ്പുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് 2 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് കേടുണ്ട്, അപ്പോൾ അതാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് നീളത്തിൽ മുറിച്ച് ഇതുപോലെ ആക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചക്കക്കുരൊക്കെ തുറന്നു നോക്കാം. അപ്പോൾ അതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചക്കക്കുരു വെന്തത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോൾ ഒരുവിധം ഉടച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇരുമ്പാമ്പുളി നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഒരു സ്വല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറിക്കുള്ള അത്ര വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി വറ്റിയ ശേഷം അതൊന്ന് താളിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതാ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് തക്കാളി 1 ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കിയിട്ട്. അതും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഉണക്കമുളകും വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നല്ല രുചിയാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.